ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. അങ്ങനെ വേദ വിക്രമിൻ്റെ വീട്ടിലൊരു സ്ഥാനമൊക്കെ പിടിച്ചു വന്നിരിക്കുകയാണ് കേട്ടോ. ശ്രീജയ്ക്കും കമലത്തിനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് വേദയെ. വിക്രത്തിനാണേലും കുറേയൊക്കെ തൻ്റെ പ്രിയതമയായി മാറിയിട്ടുണ്ട് കേട്ടോ വേദ. കാണുമ്പോൾ കീരിയും പാമ്പും പോലെയാണെങ്കിലും ഉള്ളിലെ വിക്രത്തിനും ഒരു പ്രണയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് വേദയോട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്രീജയും വേദയും കൂടി സംസാരിക്കുന്നത്. അപ്പോൾ ശ്രീജ വേദയോട് ചോദിക്കുന്നുണ്ട്, വേദ എവിടം വരെയൊക്കെ പഠിച്ചതാ? അപ്പോൾ വേദ പറയാണ്, ഞാൻ LLB ഒക്കെ പാസ്സായതാണ് എന്ന് പറയാണ്. അപ്പം ശ്രീജ പറയാണ്, അത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടല്ലേ വേദയ്ക്ക്, അതുകൊണ്ട് വേദയ്ക്കൊരു ജോലിയൊക്കെ കിട്ടും. പക്ഷേ എൻ്റെ കാര്യമൊന്നും അങ്ങനെയല്ല. ഒരു ജോലിയില്ല, ഒന്നുമില്ല. ഇവിടെ ഇങ്ങനെ അടുക്കളപ്പണി ചെയ്ത് ജീവിക്കുകയാണ്. വിദ്യാഭ്യാസവും കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോഴേക്കും ചോദിക്കുകയാണ് വേദ, വിശ്വേട്ടൻ ജോലിക്കൊന്നും പോകുന്നില്ലേ ശ്രീജേച്ചി? അപ്പോൾ ശ്രീജ പറയാണ്, അതില്ല മോളെ, വിശ്വേട്ടൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വിശ്വേട്ടനൊരു നല്ല ജോലിയൊന്നും കിട്ടുന്നുമില്ല. കാര്യം വിശ്വേട്ടന് അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു മടിയാണ് വിശ്വേട്ടന്. ഒന്നിനും ഒരു ഉത്സാഹവും. അതുകൊണ്ട് തന്നെ വിശ്വേട്ടൻ ആരും ജോലിയും കൊടുക്കുന്നില്ല. ഞാൻ വന്ന കാലം തൊട്ട് വിശ്വേട്ടൻ ഇങ്ങനെ തന്നെയാണ്. അതിനും കൂടെയുള്ള പണി ഞാൻ ഈ വീട്ടിൽ ചെയ്യുന്നുണ്ട്. വിശ്വേട്ടൻ എപ്പോഴും ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന കാരണം എൻ്റെ ആവശ്യങ്ങൾക്ക് വരെ അമ്മയോടോ അച്ഛനോടോ ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒന്ന് ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ പോലും അമ്മയോട് ആവശ്യപ്പെടണം. അത്രയ്ക്കുള്ള പണി ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. വിശ്വേട്ടൻ ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആര് ജോലി കൊടുക്കാനാണ് വിശ്വേട്ടന്? വിശ്വേട്ടൻ്റെ ഈ സ്വഭാവവും മാറില്ല. അപ്പം വേദ പറയാണ്, നമുക്ക് മാറ്റിയെടുക്കാം ശ്രീജേച്ചി, എല്ലാം നമുക്ക് ശരിയാക്കാം. ഞാനൊന്ന് ശ്രമിക്കട്ടെ. വിശ്വേട്ടന് പറ്റിയ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ഞാൻ വിശ്വേട്ടനെ ആ ജോലിയിൽ കയറ്റാം. അപ്പോഴേക്ക് ശ്രീജ പറയാണ്, അങ്ങനെയാണെങ്കിൽ അത് വളരെ നന്നായിരുന്നു വേദേ എന്ന് പറയാണ്. അങ്ങനെ വേദ വിശ്വത്തിനാണെങ്കിൽ ഒരു ജോലിയൊക്കെ ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുമ്പായിട്ട് വേദ വിശ്വനെ വിളിച്ചിട്ട് പറയാണ്, വിശ്വേട്ടൻ എന്ത് ജോലിക്ക് പോകാനും തയ്യാറാണോ എന്ന് ചോദിക്കുക. അപ്പോൾ വിശ്വൻ പറയാണ്, അതെ, ഞാൻ ജോലിക്കൊക്കെ പോകാൻ തയ്യാറാണ്, പക്ഷേ എനിക്കൊരു ജോലി കിട്ടണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഒരു ജോലി തരാം, അങ്ങനെയാണെങ്കിൽ വിശ്വേട്ടൻ പോവുമോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയുന്നുണ്ട്, എന്താ വേദേ, എന്താ ചെയ്യണ്ടേ? അപ്പോൾ വേദ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് വാങ്ങാനുള്ള കുറേ സാധനത്തിൻ്റെ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, വിശ്വേട്ടൻ ഇതും കൊണ്ട് ടൗണിൽ പോയി ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരണം. അപ്പോൾ വിശ്വൻ പറയാണ്, അതിനെന്താ, ഈ സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ട് വരാം. വിശ്വേട്ടന് കഴിവൊന്നുമില്ലാന്നാ ശ്രീജേച്ചിയൊക്കെ പറയുന്നത്. അങ്ങനെയാണോ എന്ന് നമുക്കറിയണമല്ലോ. ഈ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും വിശ്വേട്ടൻ വാങ്ങിക്കൊണ്ട് വരണം. അതിനെന്താ എന്ന് പറയണം. അപ്പോൾ വേദ പണം കൊടുത്ത് വിടുന്നുണ്ട് വിശ്വത്തിൻ്റെ കയ്യിൽ. വിശ്വനാണെങ്കിൽ പോയി ടൗണിൽ പോയി വേദ പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ കൊണ്ടുവന്ന് വേദയുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് വേദയോട് പറയാം, അതേ വേദ പറഞ്ഞു വിട്ട എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടുണ്ട്, നോക്കിക്കേ, ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കിക്കേ എന്ന് പറയാണ്. എന്നിട്ട് കണക്കൊക്കെ പറഞ്ഞ് ബാക്കി പണം തിരികെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയാൻ, ആഹാ, വിശ്വേട്ടൻ കൊള്ളാലോ, എല്ലാ കാര്യങ്ങളും നല്ല കൃത്യമായിട്ട് ചെയ്തു, പറഞ്ഞ എല്ലാ സാധനങ്ങളും വാങ്ങുകയും ചെയ്തു, അതിൻ്റെ കണക്കുകളെല്ലാം കറക്റ്റായിട്ട് നോക്കുകയും ചെയ്തു. ഇതാണോ ശ്രീജേച്ചി വിശ്വേട്ടൻ അതിനൊന്നുമുള്ള കഴിവില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത്? അപ്പോൾ ശ്രീജ പറയാണ്, അത് മോളെ, ചില സമയം വിശ്വേട്ടൻ അങ്ങനെയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം പറയുന്നുണ്ട് വേദ, വിശ്വേട്ടന് നാളെ മുതൽ ഒരു ജോലി തരാം. ഒരു ജോലി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വേട്ടൻ രാവിലെ കുളിച്ചൊരുങ്ങി അവിടെ പോകണം, ആ ജോലിക്ക് പോയി നോക്കണം എന്ന് പറയണം. അപ്പം വിശ്വൻ ചോദിക്കുന്നുണ്ട്, എന്ത് ജോലിയാണ് വേദേ? എന്ത് ജോലിയാണെന്ന് അറിഞ്ഞാലേ വിശ്വേട്ടൻ ചെയ്യുള്ളൂ. ഇതുപോലൊക്കെ തന്നെയുള്ളൊരു ജോലിയാണ്, ഒരു നല്ല കമ്പനിയിൽ ഒരു ജോലിയാണ്, ഒരു റെപ്രസെൻറ്റേറ്റീവായിട്ട്. ആ ജോലി ചെയ്താൽ അത്യാവശ്യം നല്ല ഒരു പണം ശമ്പളമായിട്ട് കിട്ടുകയും ചെയ്യും. അങ്ങനെ നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾക്ക് മുടക്കൊന്നുമില്ലാതെ പോവുകയും ചെയ്യും. വിശ്വേട്ടൻ അതിനുള്ള മനസ്സുണ്ടോയെന്ന് അറിയണ്ടേ എന്ന് വേദ പറയാണ് കേട്ടോ. അങ്ങനെ വിശ്വൻ പറയാണ്, ഞാൻ രാവിലെ പോയിക്കോളാം എന്ന് പറയുക. വേദ കൂടി പറഞ്ഞു കഴിയുമ്പം വിശ്വന് ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് ഒരുങ്ങി
എക്സിക്യൂട്ടീവ് ലുക്കിലൊക്കെ വിശ്വം ജോലിക്ക് പോകുന്നുണ്ട്. ശ്രീജയ്ക്കും ഒരുപാട് സന്തോഷമാവുകയാണ് വിശ്വം പോകുന്നത് കാണുമ്പം. പോകാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വിശ്വം സുധാകരൻ മാഷിനോട് പറയുന്നുണ്ട്, അച്ഛാ, വേദ എനിക്കൊരു ജോലി റെഡിയാക്കി തന്നിട്ടുണ്ട്, ആ ജോലിക്ക് ഞാൻ ഇന്നു മുതൽ പോവാണ് എന്ന് പറയാണ്. അപ്പോൾ വേദയുടെ നേരെ നോക്കുന്നുണ്ട് സുധാകരൻ മാഷ്. അപ്പോൾ വിശ്വം പറയാണ്, വേദയാണ് ജോലി റെഡിയാക്കി തന്നിരിക്കുന്നത്, അതുകൊണ്ടാ എന്ന് പറയുമ്പം ഉടനെ സുധാകരൻ മാഷ് പറയാണ്, ആ ശരി, ജോലിയൊക്കെ റെഡി ആയിട്ടുണ്ട്, ജോലിയൊക്കെ വേദ റെഡിയാക്കിയിട്ടുമുണ്ട്. പക്ഷേ നീ പോയി കഴിഞ്ഞ് സ്ഥിരം അതിന് പോകുമെന്നോ ശമ്പളം കിട്ടുമെന്നൊക്കെ അറിയട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം എന്ന് പറയുകയാണ്. അങ്ങനെ സുധാകരൻ മാഷിൻ്റെ അനുഗ്രഹത്തോടു കൂടി വിശ്വം ജോലിക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ ജോലിക്ക് സ്ഥിരം പോവുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. ശ്രീജ പറയുന്നുണ്ട്, വേദേ മോളെ, നീ കാരണമാണ് വിശ്വേട്ടൻ ഇപ്പം ജോലിക്ക് പോകുന്നത്. പഴയ മടിയൊന്നുമില്ല, സ്ഥിരമായിട്ട് പോകുന്നുണ്ട്, വളരെയധികം സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ വിശ്വം ഒരു മാസം മുഴുവൻ ജോലിക്ക് പോയി കഴിയുമ്പോൾ സാലറി കിട്ടുകയാണ് കേട്ടോ. ആ സാലറി കൊണ്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരികയാണ്. ശ്രീജയ്ക്ക് സാരി, അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ്, വേദിക്ക് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ തന്നെ എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നുമുണ്ട്. ബാക്കി പണം കമലമ്മയുടെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇത് കാണുമ്പം ശ്രീജയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സുധാകരൻ മാഷ് ചോദിക്കുകയാണ്, നിനക്ക് ശമ്പളമൊക്കെ കിട്ടിയോ? കിട്ടിയച്ചാ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും ഈ ഡ്രസ്സ് എടുത്തത്. ബാക്കിയുള്ള പണം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ചിലവുകൾക്കായിട്ട് എടുക്കാനായിട്ട് എന്ന് പറയാണ് വിശ്വം. അപ്പോൾ സുധാകരൻ മാഷിനങ്ങ് കണ്ണ് നിറയാണ്. അപ്പോൾ സുധാകരൻ മാഷ് വേദയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് വേദയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ്, വേദേ, നീ പറഞ്ഞതാ ശരി, ആളുകളെ മാറ്റിയെടുക്കാനും പറ്റും. എനിക്കിപ്പോൾ ഒരു വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട്, നിനക്ക് ഇവരെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. വിക്രം ഒരു പരിധി വരെ മാറിയിട്ടുണ്ട്. വിശ്വത്തിൻ്റെ സ്വഭാവത്തിനും മാറ്റം വന്നിട്ടുണ്ട്. എല്ലാം നീ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ, സന്തോഷം എന്ന് പറഞ്ഞ് വേദയെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വിക്രം അവിടെയുണ്ട് കേട്ടോ. വിക്രം വേദയുടെ അടുത്തേക്ക് എത്തുകയാണ്. എന്നിട്ട് പറയാണ്, ആഹാ വേദേ, നീ കാരണം വിശ്വേട്ടന് ജോലിയായി, വിശ്വേട്ടൻ ജോലിക്ക് പോകാൻ തുടങ്ങി, അതിൽ വലിയ സന്തോഷമുണ്ട്. നീ ഇതൊക്കെ ചെയ്തല്ലോ, നീ മാത്രമാണ് ഇതൊക്കെ ചെയ്തത്, നീ കാരണം മാത്രമാണ് വിശ്വേട്ടൻ ജോലിക്ക് പോയത്. ഏതായാലും വേതാളം വിചാരിച്ച ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. നീ ചെയ്ത ഉപകാരത്തിന് നിന്നോട് ഒരുപാട് സന്തോഷമുണ്ട്. ശ്രീചേച്ചിയുടെ സന്തോഷം കാണുമ്പം എനിക്ക് നിന്നോട് നന്ദി പറഞ്ഞാൽ മതിയാവുന്നില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമാദിത്യൻ ചേട്ടാ, കൂടുതൽ സോപ്പിടൊന്നും വേണ്ട, ഇനിയും കണ്ടോണം, നിങ്ങളെ ഞാൻ ആദ്യം മാറ്റിയെടുക്കും. നിങ്ങളുടെ ഈ ഗുണ്ടായിസൊക്കെ മാറ്റി നിങ്ങളെ ഒരു മനുഷ്യനാക്കി എടുക്കാവോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അപ്പോൾ വിക്രം പറയാം, നീ ഒന്ന് പോടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.